അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹൈലുകാരിയായ സ്ത്രീക്ക് തൻ്റെ ഹൈല് നിലയ്ക്കുന്നത് വരെ വുളു ചെയ്യാൻ പാടില്ല എന്ന് നാം പറഞ്ഞു. എന്നാൽ ജനാബത്ത് മൂലം വലിയ അശുദ്ധി സംഭവിച്ചവരുടെ കാര്യം ഇതിൽ വ്യത്യസ്തമാണ്. സ്ഖലനം മൂലമോ അല്ലെങ്കിൽ സംയോഗം മൂലമോ ജനാബത്തുകാരനായ അല്ലെങ്കിൽ ജനാബത്തുകാരിയായ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരു വുളു ചെയ്യൽ സുന്നത്താണ്. അഥവാ അശുദ്ധി നിലനിൽക്കെ തന്നെ വുളു ചെയ്യൽ സുന്നത്താണ്. വുളു കൊണ്ട് അശുദ്ധി നീങ്ങുന്നില്ല എന്നത് വസ്തുതയാണെങ്കിലും ആ അശുദ്ധിയെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ജനാബത്തുകാരനായ അല്ലെങ്കിൽ ജനാബത്തുകാരിയായ സ്ത്രീ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വുളു എടുക്കുന്നത്, ആ വുളു മൂത്രമൊഴിക്കൽ കൊണ്ടോ അല്ലെങ്കിൽ മലവിസർജനം കൊണ്ടോ അല്ലെങ്കിൽ സ്പർശനം കൊണ്ടോ ആ വുളു മുറിയുന്നതല്ല. എന്നാൽ ഈ വുളു എന്തിനു വേണ്ടിയാണോ എടുത്തത് ആ ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞാൽ ഈ വുളു അപ്രസക്തമാകുന്നതാണ്, വുളു തീരുന്നതാണ്, വുളു മുറിയുന്നതാണ്. അഥവാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ജനാബത്തുകാരൻ വുളു എടുത്തതെങ്കിൽ ഭക്ഷണം കഴിച്ച് തീരുന്നതോടുകൂടി ആ വുളു മുറിയുന്നതാണ്. ഇനി ജനാബത്തുകാരന് കുളിക്കുന്നതിന് മുമ്പ് ഉറങ്ങാവുന്നതാണ്. എന്നാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങാൻ വേണ്ടി ഒരു വുളു സുന്നത്താണ്. ആ വുളു ഇയാൾ ഉറങ്ങിക്കഴിയൽ കൊണ്ട് മുറിയുന്നതാണ്. ഇനി സംയോഗം മൂലം ജനാബത്ത് സംഭവിച്ച ആൾക്ക് രണ്ടാമത് സംയോഗത്തിലേർപ്പെടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ രണ്ടാമത്തെ ജിമാഇന് മുമ്പും വുളു സുന്നത്താണ്. ജിമാഅ് ചെയ്യുന്നതോടുകൂടി ആ വുളു മുറിയുന്നതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിൻ്റെ വാപ്പ മഹറമായി കഴിഞ്ഞു എന്ന് നാം പറഞ്ഞു. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വാപ്പയെ കെട്ടാൻ പറ്റില്ല, കാണാവുന്നതാണ്, സംസാരിക്കാവുന്നതാണ്, തൊട്ടാൽ വുളു മുറിയുന്നതല്ല. എന്നാൽ ഭർത്താവിൻ്റെ വാപ്പയുടെ അനുജന്മാരിലേക്ക് ഈ വിഷയം ബാധകമല്ല. അവർ മഹറമായി പരിഗണിക്കപ്പെടുന്നവരല്ല. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വാപ്പയുടെ ജ്യേഷ്ഠാനുജന്മാർ അന്യരുടെ ഗണത്തിൽ തന്നെയാണ്. തൊട്ടാൽ വുളു മുറിയുന്നതാണ്. അപ്രകാരം ഭർത്താവിന് ഭാര്യയുടെ ഉമ്മ മഹറമായി മാറിയിട്ടുണ്ടെങ്കിലും ആ ഭാര്യയുടെ ഉമ്മയുടെ സഹോദരി മഹറമാകുന്നതല്ല. തൊട്ടാൽ വുളു മുറിയുന്നതാണ്.